സാർ ഒരു മീറ്റിംഗിലാണ്, അവിടെ വെയിറ്റ് ചെയ്യും. ആൾക്കാർ പറയല്ല ഞാൻ എന്താ ചെയ്യണ്ടേ? സ്റ്റേഷനിൽ വെളിയിൽ വെച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യേണ്ട ആവശ്യവും പിന്നെ കേസായി മൂട്ടമായി വക്കീലായി നമ്മുടെ സമയവും പോകും. മൊത്തത്തിൽ പ്രശ്നമാണ് സാർ. അപ്പം എൻ്റെ വണ്ടി ഒരു കാര്യം ചെയ്യും, ഞാൻ ആ വീഡിയോയിൽ നോക്കട്ടെ, ഇത് പരിശോധിച്ചിട്ട് പറയാം. ഇത് പുറത്ത് വെയിറ്റ് ചെയ്യും. ഓക്കെ സാർ. അപ്പം അതിനെ വിളിച്ചേ. പ്രിയേട്ടൻ ഇപ്പൊ വരും. അവൻ നമ്മളെ ചതിച്ചതാടോ. നമ്മളോട് കാലത്ത് ഇങ്ങോട്ട് വരുന്നല്ലേ പറഞ്ഞു. ഇപ്പൊ നമ്മളോട് നെടുമ്പാശ്ശേരിയിലേക്ക് ചെല്ലാൻ. എനിക്ക് എറണാകുളത്തെ വഴിയൊന്നും അറിയാൻ പാടില്ല. എന്നാ വിളി. വിളിച്ചിട്ട് കിട്ടുന്നില്ല, കണക്ട് ആവുന്നില്ല. എന്നാ അവനെ വിളിച്ച് കിട്ടിയിട്ടുള്ളത്? സാർ, ഡ്രെയിനേജ് വാട്ടർ ഫ്ലാറ്റിൽ നിന്ന് നേരിട്ട് ഒഴുക്കാതെ ഫ്ലാറ്റിൽ തന്നെ കളക്ട് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് ഒഴുക്കാനുള്ള തീരുമാനം അസോസിയേഷനിലായിട്ടുണ്ട്. ഇതൊക്കെ പറ്റിക്കാനുള്ള അടവാണ് സാർ. സാർ 2 മാസം സമയം തന്നാൽ മതി. അതെ, ഈ സമയപരിധി നടന്നില്ലെങ്കിൽ ഒഴിഞ്ഞു പോയാലത് വേറെ വഴിയൊന്നും ഇല്ലെന്നറിയാമല്ലോ. ഒന്ന് ആലോചിക്ക്. എടോ, ഈ അഗ്രിമെന്റ് എഴുതിയിട്ട് 2 കൂട്ടരെ കൊണ്ട് ഒപ്പിടിപ്പിച്ചേരെ കേട്ടോ. ഓക്കെ സാർ. അത് മാത്രമല്ല, ഈ നടന്ന സംഭവത്തിൽ മാപ്പ് പറയണമെന്നാണ് ഇയാൾ പറയുന്നത്. ഞാൻ പറയാം സാർ. അല്ലടോ, ആ സ്ത്രീ അവരല്ലേ അപമര്യാദയായിട്ട് പെരുമാറി. അപ്പൊ അവരല്ലേ മാപ്പ് പറയണ്ടേ? നെറ്റ്വർക്ക് കിട്ടുന്നില്ല സാറേ. ഫോണിൽ കൂടെ പറ്റില്ല സാറേ, നേരിട്ട് തന്നെ പറയണം. അതെ, ആദ്യം നിങ്ങൾ തമ്മിൽ തീരുമാനം ഉണ്ടാക്കുക. ഈ കാര്യം പറഞ്ഞ് എന്നെ ഇനി വിളിച്ചേക്കരുത്. ഒന്ന് മുള്ളി വെച്ചു വരാം. ഈ നെറ്റ്വർക്ക് ഡൗൺ ആണല്ലോ. അതെ, ഇന്ന് തന്നെ പറയണം. ഇന്ന് തന്നെ പറയണം. സാർ പറഞ്ഞ കേട്ടില്ലേ? ശരി അവരെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കണം. സാർ, എനിക്കൊന്ന് എയർപോർട്ടിൽ പോകണമായിരുന്നു. ഞാൻ ഒന്ന് നിർത്തിക്കണോന്നോ? ഈ കാര്യത്തിന് പരിഹാരം ഉണ്ടാക്കാതെ മുങ്ങാൻ നോക്കണോ? അതെ, പിടിച്ചകത്തിടണോ? ആദ്യം തന്നെ എഗ്രിമെന്റിൽ ഒപ്പിടാൻ നോക്ക്. അതുപോലെ നടന്നില്ലെങ്കിൽ എല്ലാ കാര്യത്തിനും ഉത്തരവാദിത്തം താനായിരിക്കും. IT ജോലിക്കാരുടെ തിരക്കൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ വീട്ടിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും നോക്കാൻ ഒരാളില്ലാത്തതിൻ്റെ നല്ല പ്രോബ്ലം ഉണ്ട്. ഞാൻ ശ്രദ്ധിക്കാറുണ്ട് മാം, പക്ഷേ 2 തവണ ഞാൻ ഫാദറിൻ്റെ ഫോണിലേക്ക് റിമൈൻഡർ അയച്ചു. ഷീ ഹാസ് നോട്ട് പേ ദ ഫീസ് ഫോർ ദ ലാസ്റ്റ് 2 months. നല്ല കാലിബറുള്ള കുട്ടിയാണ്, ബട്ട് ഷീ ഈസ് നോട്ട് ഏബിൾ ടു കോപ്പ് അപ്പ് ഇൻ ഹർ സ്റ്റഡീസ്. നിങ്ങൾ അവളുടെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം. ഫീസ് ഞാൻ ഇന്ന് തന്നെ അടച്ചോളാം മാം. ഇനി ഇങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാം. പ്ലീസ്, ഐ എം സോറി ഇഫ് ഐ ഹേർട്ട് യു. നോ പ്രോബ്ലം, താങ്ക് യു. ഓക്കെ, നെക്സ്റ്റ്. പ്രിയദർശൻ എന്തു പറ്റി? ഞാൻ എത്ര തവണ വിളിച്ചു. പോലീസ് സ്റ്റേഷനിലാണെന്ന് പറയുകയും ചെയ്തു. എനിക്കൊരു സമാധാനം ഉണ്ടായില്ല. ഞാൻ ജാമ്യം എടുക്കാൻ വന്നതാ. അല്ല സാർ, എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ് ജിയ. മനസ്സിലായി, കൊള്ളാം. ഫേസ്ബുക്ക് ഫ്രണ്ട്സ്. ജാമ്യത്തിലിറക്കുമ്പോൾ ഫേസ്ബുക്ക്. താനെന്താ ഇവിടെ? എന്തൊക്കെ ഫ്രണ്ട്സ്? ആ ലേഡിയുടെ ആക്സിഡന്റിന്റെ ഓ, ഭാഗ്യമുള്ളൂ. ഇത്രയല്ലേ പറ്റുള്ളൂ. ഇവരെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞു സാർ, കഴിഞ്ഞു. ഇവരെങ്ങനെ പോകുന്നേ? ടാക്സി വിളിച്ചു, കിട്ടുന്നില്ല. നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ആണോ? അങ്ങനെയാണെങ്കിൽ ഒരു ഫ്ലാറ്റില് അതെ, ഞാൻ എയർപോർട്ടിലേക്കെന്നല്ല പറഞ്ഞേ. ഇരിക്കുന്ന സ്ത്രീയെ കണ്ടോ? ഇവരെ കൂടെ അവിടെ ആക്കുവോ? വിരോധമൊന്നുമില്ലല്ലോ. അല്ല, വിരോധമില്ല. നല്ല കമ്പനി ആയിരിക്കും. സാറേ, എന്നോരോ കേസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്ന ആളാണെന്നറിയാലോ. അപ്പോൾ അയാളോട് പറഞ്ഞു നോക്കണം. അത് എനിക്കെന്നാ കുഴപ്പം? അയാൾ കൊണ്ടുകൊണ്ടോ? ഇവിടുത്തെ ശല്യം തീരില്ലേ? അത് തന്നെയല്ല, ഇവൻ്റെ തലയിൽ ലോകത്തുള്ള മൊത്തം കുരിശുണ്ട്. അതിൻ്റെ കൂടെ ഒരു പൊന്നും കുരിശും കൂടെ ഇരിക്കട്ടു.
തനിക്കല്ലോ കുഴപ്പമുള്ളൂ ഇല്ല വിട്ടെ സാർ. ഫ്ലാറ്റിൽ മലിനജലത്തിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അത് സോൾവ് ചെയ്യാൻ വേണ്ടി വന്നു. അത് പിന്നെ പതുക്കെ ഒരു തർക്കമായി തല്ലായി, അതാണ് പറ്റിപ്പോയത്. ഗൂഗിൾ പേ ഉണ്ടോ? അയ്യോ ഇത് ടാക്സി അല്ല, പിന്നെ അയാൾ എയർപോർട്ടിൽ പോകുന്ന. വിശ്വസിക്കാവോ? നമ്മൾ പോലീസ് സ്റ്റേഷനിൽ വിടുന്നതല്ലേ. ആ അതുകൊണ്ട് തന്നെ പറഞ്ഞേ. അല്ല വിശ്വസിക്കാം, ആള് ഡോക്ടറാ, ഞങ്ങൾ അറിയുന്ന ആൾ തന്നെയാണ്. ആരായാലും കൊള്ളാം. അതെനിക്ക് 1-2 സ്ഥലത്തൂടെ ഇറങ്ങാനുണ്ട്. ഹോപ്പ് യു ഡോണ്ട് മൈൻഡ്. അധികം ദൂരം അല്ലെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാം. ഞാൻ ബ്യൂട്ടി പാർലറിലെ അമ്മ ഇപ്പൊ വരാം. എന്താ ഒരു പെണ്ണ് കാണലുണ്ടായിരുന്നു. അപ്പൊ വീട്ടിൽ നിന്ന് ഒരേ വിളി. ചെക്കനങ്ങ് അമേരിക്കയിലാ. അപ്പൊ അവർക്കൊരു നോടിൽ പെൺകുട്ടിയെ വേണമെന്ന്. വന്ന് കണ്ടിട്ട് പോട്ടെ എന്ന് ചോദിച്ചൊരേ നിർബന്ധം. അപ്പൊ ഈ ഡെക്കറേഷനൊക്കെ ചെയ്യാൻ വേണ്ടി ഞാൻ ബ്യൂട്ടി പാർലറിൽ ഇരിക്കുമ്പോഴാണ് മെസ്സേജ് തന്നെ. എടോ, എന്നെ കണ്ട അങ്ങനെ ഒരു കിഡ്നാപ്പറെ പോലെ തോന്നുന്നുണ്ടോ? ഏയ് ഞാൻ പറഞ്ഞോ? അല്ല, ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്യാം. വരും. എടോ, താൻ ഈ അവസ്ഥയിൽ ഇങ്ങനെ ഇറങ്ങി വന്നത് ശരിയായില്ല. ഇങ്ങനെ ഇറസ്പോൺസിബിൾ ആകാമോ? ഇപ്പൊ പെണ്ണ് കാണാൻ വന്ന ആളെ കാണാൻ വേണ്ടി അവിടെ ആള് വെയിറ്റ് ചെയ്യണം. എനിക്ക് ആ കോന്തൻ എന്തായാലും വേണ്ട. കുറച്ചു നേരം വെയിറ്റ് ചെയ്യട്ടെ. എനിക്കൊന്നും പറ്റത്തില്ല, പരിചയമില്ലാതെ ഏതോരത്തിനെ പോയി കെട്ടാനൊന്നും. എങ്ങനെയുള്ള ഒരുത്തനെയാണ് കാത്തിരിക്കുന്നത്? ഞാൻ നല്ല സിങ്കായി പോകുന്ന, എന്തും ഷെയർ ചെയ്യാൻ പറ്റുന്ന വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്. അതിപ്പോ ഒന്ന് കെട്ടിയതാണേലും കുഴപ്പമൊന്നുമില്ല. അല്ല, അതിനിപ്പോ കെട്ടിയവരെ മാട്രിമോണി നോക്കണം. അവർക്കിപ്പോ എന്തോ വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതാവുമ്പോ കുഴപ്പമില്ലല്ലോ. അതിപ്പോ അല്ലാതെ കിട്ടൂലോ. നിങ്ങൾ ഫ്രണ്ട്സ് തന്നെ ആണല്ലോ അല്ലേ? ഇനി ഒളിച്ചോട വല്ല പരിപാടി ഉണ്ടെങ്കിൽ എന്നതാ ഇവിടെ ഇറക്കി വിട്ടേക്ക്. ഐ കാൺ ടേക്ക് എനി മോർ കോംപ്ലിക്കേഷൻസ്. ഇത്ര സ്പീഡിലൊന്നും ചിന്തിക്കരുത് കേട്ടോ. ഇതെന്റെ ഒരു ഫ്രണ്ടാണ്. ഇച്ചിരി ബോധക്കുറവുണ്ടെന്നുള്ളൂ. അതെ അതെ, ബോധക്കുറവുള്ളതുകൊണ്ടാണല്ലോ എത്ര ബോറായാലും എല്ലാ ബ്ലോഗുകളും ഇരുന്ന് വായിക്കുന്നത്. ഇവരുന്ന വൈറ്റ് വണ്ടിയല്ലോ. അല്ല, ഇന്ന് വൈകിട്ടല്ലേ മമ്മൂട്ടിയെ കണ്ടത്? ഇന്നത്തെ ഷെഡ്യൂൾ എങ്ങനെയാ? ഇന്നെങ്കിലും എല്ലാം കയറി പിടിക്കാതെ ഒന്ന് ഫ്രീ ആവുമോ? ഇപ്പൊ സമയം 10 മണി. വൈകിട്ട് 5 വരെ നമുക്ക് കാണാൻ ടൈമുണ്ട്. ഇഷ്ടംപോലെ സമയമുണ്ട്. പ്രിയേട്ടനെ വീട്ടിൽ 1-2 അത്യാവശ്യ കാര്യങ്ങളുണ്ട്. പുള്ളി അതൊക്കെ സെറ്റിൽ ചെയ്തിട്ട് നേരെ ഷൂട്ടിംഗ് ലൊക്കേഷനിലോട്ട് എത്തിക്കണമെന്ന് പറഞ്ഞേക്കുന്നത്. അയ്യോ, ഇനി എങ്ങനെ ലേറ്റ് ആവും? 11 മണിക്ക് ഫ്ലാറ്റിൽ ചെറിയൊരു മാപ്പ് കുറച്ചിൽ ചർച്ച ഉണ്ട്. 11:30 ആകുമ്പോഴേക്കും ബാങ്കിലേക്ക് ഒന്ന് എത്തണം. 12 മണിക്ക് ഹോസ്പിറ്റലിൽ കയറണം. 1 മണിയാകുമ്പോൾ ഒരു കോംപ്രമൈസ് മീറ്റിങ്ങിന് പോകണം. പിന്നെ 3 മണിയാകുമ്പോൾ അച്ഛനമ്മ ചാലക്കുടിയിൽ നിന്ന് വരിക. അവരെ പിക്ക് ചെയ്ത് നേരെ ഫ്ലാറ്റിലാക്കിയിട്ട് ലൊക്കേഷനിലേക്ക് എത്തുമ്പോഴേക്കും 4-4:30. ഡീസന്റ് ഷെഡ്യൂളാണ്. ദൈവമേ, ഇതാണോ തന്റെ ഡീസന്റ് ഷെഡ്യൂള്? എടോ, താൻ അപ്പൊ എന്നെ ഡ്രോപ്പ് ചെയ്യുന്നില്ലേ? ഈ കോംപ്രമൈസ് മീറ്റിംഗ് ഇല്ലേ 1 മണിയുടെ, അത് എയർപോർട്ടിലാണ്. താ ഒരു കാര്യം ചെയ്ത് എന്നെ ടാക്സി ചാടി വിട്ടേക്ക്. ഞാൻ ടാക്സി എടുത്ത് പോയിക്കോളാം. ഇവരൊന്നാക്കിക്കോട്ടെ പ്ലീസ്. പുള്ളി എത്തുവോ? 4 പേരും കൂടെ പോകുന്ന നല്ലത്. റിസ്ക് എടുക്കണ്ട. ഇല്ല, ഞാൻ ഇന്നലെ കൂടെ സംസാരിച്ച പുള്ളി ഇന്നത്തെ ദിവസത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് അറിയാം. എത്തിക്കോളൂ. കേറ്. നമുക്ക് അവിടെ ചെന്നിട്ടേ രാജേട്ടൻ്റെ വണ്ടിയിലൊക്കെ പോവാം. വണ്ടി വിട്ടു.